യുവതലമുറയ്ക്ക് ലഹരിയും അക്രമവും പ്രിയപ്പെട്ടതാകുന്നുണ്ടോ? കൊച്ചിയിൽ നിന്ന് ലിഡിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യുവാക്കൾക്കിടയിലെ വൈബിനൊപ്പം വയലൻസും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഇതിനോട് യുവാക്കളും അവരുടെ രക്ഷിതാക്കളും എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം. ഡ്രഗ്സും കാര്യങ്ങളാണല്ലോ ലഹരി. അതെ, യൂസേജ് ആണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് ഡ്രഗ്സും ചെറിയ പിള്ളേരുടെ വയലൻസും ഇതെല്ലാം ആണ്. എല്ലാ കേസുകളും എടുത്താലും അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് ഒന്നീ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ല, എന്നാലും അവർ എല്ലാ കേസുകളും ഇപ്പോൾ കുട്ടിയെ പീഡിപ്പിച്ച കേസ് അതെല്ലാം ഒരു ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മിഠായി അവൈലബിലിറ്റി ആവുന്ന പോലെ അതൊരു അവൈലബിൾ ആയി തുടങ്ങി. കടകളിലായാലും സുലഭമാണ്, ഇപ്പോൾ എല്ലാവിടെയും കിട്ടും ലഹരിയൊക്കെ. സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഇതൊന്നും സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇതില്ലെങ്കിൽ ഒരു വൈബില്ല, കോമൺ ആണ്. ഇതൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്ത വൈബാണെന്നുള്ള. പണ്ടത്തെ അത്രയും ഇങ്ങനെ ഭയങ്കര ലിമിറ്റഡ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് അത് കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കും. സ്കൂളിലാണെങ്കിലും ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ എപ്പോഴും കേൾക്കലുണ്ട്. ഇപ്പോൾ ബോയ്സിൻ്റെ ടോയ്ലറ്റിൽ നിന്ന് കിട്ടി, അങ്ങനെ ഉള്ള കടയിൽ നിന്ന് കിട്ടി, അങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആണ്. റീൽസിലൊക്കെ ആണെങ്കിൽ കണ്ടൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി വൈബിളുള്ള സ്ഥലമാണ്. അതായത് ഡ്രഗ്സ് ഒക്കെ സുലഭ കിട്ടും. കുറേ ന്യൂജൻ വേർഡ്സും ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിന്. എറണാകുളത്തുള്ളവർ തന്നെയല്ല, പല ഭാഗങ്ങളിലുള്ളവർ എറണാകുളത്ത് അതൊരു ബാംഗ്ലൂർ കേന്ദ്രമെന്ന പോലെ കൊച്ചി ഒരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതാണ്. അല്ല, കൊച്ചിയിലുള്ളവർ എല്ലാവരും ഡ്രഗ്സ് അടിക്കുന്നവരല്ല. മാർക്കൊക്കെ നല്ല പടമാണ്, പക്ഷെ വയലൻസ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്താണ്. ഫിലിമാണെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെങ്കിലും സിനിമകളാണെങ്കിലും ഗെയിം ആണെങ്കിലും വയലൻസ് അല്ലേ കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതൊരു ഹരമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിനകത്ത് എല്ലാം മെയിനായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട് ഓരോ ലൂപ്പ് ഹോൾസും അടയ്ക്കുള്ള വഴികളാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. റിവെഞ്ച് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇന്ന് യങ്സ്റ്റേഴ്സിൽ ഭയങ്കര കൂടുതലായിട്ട് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അതിപ്പോൾ ഇപ്പോഴത്തെ പലതിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ ഈവൻ മൂവീസ് തന്നെ എന്താ പറയുക, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ മൂവീസ് തന്നെ നമ്മൾ നോക്കിയാൽ റിവെഞ്ച് എന്ന് പറയുന്നത് ഒരു വലിയ ഹീറോയിസമായി കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആൾക്കാർ ഐസൊലേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ലൈക്ക് അവർക്കൊരു ലോൺലിനെസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഐസൊലേറ്റഡ്, ഇപ്പം മിക്ക ആൾക്കാരും അങ്ങനെയാണല്ലോ. സോ അതിലാണ് അങ്ങനെ ഒരു ഇതാവുമ്പോഴാണ് ഇങ്ങനെ ആവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഫ്രസ്ട്രേഷൻ തന്നെയാണ് റീസൺ. അതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങളും തേടുന്നു. സ്ട്രെസ് കൂടിയിട്ടും ചെയ്യുന്നുണ്ടാവും, അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യാൻ അങ്ങനെയും രണ്ട് രീതിയിലും ചെയ്യും. വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഓവർ ഇൻഫ്ലുവൻസ്, അതായത് അതിൻ്റെ നല്ല ക്വാളിറ്റീസ് ഒന്നും എടുക്കാതെ അവർ ഷോക്കേസ് ചെയ്യുന്ന കുറേ ഇപ്പോൾ മർഡർ ആയാലും അങ്ങനെയുള്ള ഒരുപാട് എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. പിന്നെ പേരൻറ്റിങ്ങും ഇതിൽ വലിയൊരു ഘടകമാണ്. ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്ന ഒരു കേസുണ്ട്. അതിൽ ആ പേരൻസിന് അവൻ്റെ മുറിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോലും അവകാശം ഇല്ല എന്ന് പറഞ്ഞത്. അത് എന്തൊരു പേരൻറ്റിങ് ആണ് അവർ നടത്തി